പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്. ഇപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് നമുക്കതിനെ 3 പാർട്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സിമ്പിൾ ഡ്രോയിങ്സ് ആണ് വരയ്ക്കുന്നത്. പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിന്റെ സിമ്പിൾ ഡ്രോയിങ്സ് ആണ് വരയ്ക്കുന്നത്. നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നമുക്ക് ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP വരുന്ന കേസാണ് നമ്മളോട് ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് ആദ്യം സിമ്പിൾ ഡ്രോയിങ്സ് 1, 2 എന്ന് പറയുന്ന സിമ്പിൾ ഡ്രോയിങ്സ് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് 3, 4 ഇൻക്ലൈൻ ടു ഏതെങ്കിലും ഒരു ആംഗിൾ HP-ലോട്ടോ അല്ലെങ്കിൽ VP-ലോട്ടോ പോകുന്നതാണ് ഏതെങ്കിലും 3 അല്ലെങ്കിൽ 4 എന്ന് പറയുന്നത് വരുന്നത്. അത് പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ എന്തെങ്കിലും വരുന്നത് 5 അല്ലെങ്കിൽ 6. ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് 3, ഇത് 4, 5, 6 ഇങ്ങനെ. ഇത്രയും ഫിഗർ ആണ് നമുക്ക് ഫൈനൽ എക്സാമിന് വരയ്ക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5. ഇതിൽ നിന്ന് 1, 2 നമ്മുടെ ബേസ് ഫിഗർ ആണ്. പ്രൊജക്ഷനകത്തിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഫിഗർ ആണ് ഈ പറയുന്ന 1, 2 എന്ന് പറയുന്നത് സോളിഡ്സിനകത്തിന്. ഇപ്പൊ നമ്മളിപ്പോ ഇതൊരു സ്ക്വയർ പ്രിസമാണ്. ഈ സ്ക്വയർ പ്രിസത്തിന്റെ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂ അല്ലെ, ഫ്രണ്ട് വ്യൂയും വരുന്നുണ്ട്, അതുപോലെ ടോപ്പ് വ്യൂ. ഇതായിരിക്കും എവിടെ വരുന്നത് ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡിനകത്ത് വരുന്ന ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഫ്രണ്ട് വ്യൂയും അതുപോലെ തന്നെ ടോപ്പ് വ്യൂയും വരും. അതാണ് സിമ്പിൾ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് പ്രൊജക്ഷൻസ് എടുത്തിട്ട് നമ്മൾ 3ഉം 4ഉം വരയ്ക്കും. HP-ലോട്ടോ അല്ലെങ്കിൽ VP-ലോട്ടോ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, 3ാമത്തേതും 4ാമത്തെയും ഫിഗറും വരയ്ക്കും. 3ാമത്തെയും 4ാമത്തെയും ഫിഗർ വരച്ചതിന് ശേഷം അവിടുന്ന് പ്രൊജക്ഷൻസ് എടുത്തിട്ട് നമ്മൾ 5ാമത്തെ ഫിഗർ വരയ്ക്കും. തന്നേക്കുന്ന അടുത്ത ഇൻക്ലിനേഷൻ എവിടേക്കാണ്, VP-യിലേക്കാണെങ്കിൽ ഇപ്പം HP ആണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ HP-യിലെ ഇൻക്ലിനേഷൻ എടുത്തിട്ട് നമ്മൾ 3 വരച്ചു. അതിനുശേഷം 4ാമത്തെ ഡ്രോയിങ് വരയ്ക്കുന്നു. അവിടുന്ന് ഇൻക്ലിനേഷൻ അടുത്തത് എവിടേക്കാണെന്ന് നോക്കുക. ഇൻക്ലൈൻ ടു VP ആണെങ്കിൽ നമ്മൾ VP-യിലേക്കുള്ള ഇൻക്ലിനേഷൻ വെച്ച് എന്ത് ചെയ്യുന്നു, 5ാമത്തെ ഫിഗർ വരയ്ക്കുന്നു. അവിടുന്ന് പ്രൊജക്ഷൻസ് എടുക്കുന്നു. 5ൽ നിന്ന് പ്രൊജക്ഷൻസ് എടുത്തു. 3ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊജക്ഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് 6ാമത്തെ ഫിഗർ കിട്ടും. ഈ ഫൈനൽ ഫിഗർ എന്ന് പറയുന്നത് എങ്ങനെയാണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രിസം. ഇപ്പം ഈ സ്ക്വയർ പ്രിസമാണ്, ഇത് സ്പേസില് HP-മായിട്ട് ഇൻക്ലൈൻഡ് ആണ്, VP-മായിട്ട് ഇൻക്ലൈൻഡ് ആണ്, ഇത്ര ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം എങ്ങനെയാണോ അത് ഇരിക്കുന്നത് അതിന്റെ ഒരു 3D വ്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഈ 6ാമത്തെ ഫിഗറിനകത്തിൽ നമുക്ക് കിട്ടും. എങ്ങനെയാണോ സ്പേസിൽ ഇരിക്കുന്നത് അതിന്റെ ഒരു 3D രൂപം പോലെ നമുക്ക് ഇവിടെ കിട്ടും. ഈ പറയുന്ന 6ാമത്തെ ഫിഗറിനകത്തിൽ കിട്ടും. അപ്പൊ ഇത്രയാണ് ഫൈനലിനകത്തിൽ നമ്മൾ വരയ്ക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പറയുന്നത് സ്റ്റെപ്പ് വൈസ് ഈ പറയുന്ന 6 നമ്മൾ പഠിക്കും. അതില് ഫസ്റ്റ് വൺ സിമ്പിൾ ഡ്രോയിങ്സ് ആണ് ഈ വരുന്ന 1, 2 എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എല്ലാ കേസിലും എടുക്കുന്ന ആദ്യം എല്ലാ പ്രിസത്തിന്റെ സിമ്പിൾ ഡ്രോയിങ്സ് നമുക്ക് നോക്കാം. പ്രിസത്തിന്റെ സിമ്പിൾ ഡ്രോയിങ്സ് നോക്കാം. ഇതിന് ഞാൻ എടുക്കുന്നതെന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത്, ബേസിന്റെ ലെങ്ത് 30 mm, ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ 60 ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഇത് റെക്ടാങ്കുലർ പ്രിസം ഒഴിച്ചു ബാക്കി എല്ലാത്തിനും ഞാൻ ഇത് തന്നെയാണ് എടുക്കുന്നത്. റെക്ടാങ്കുലർ പ്രിസം വരുമ്പോൾ ഞാൻ അതിനോട് നമുക്ക് വേണം ആ ഡയമെൻഷന് ആ സമയത്ത് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ എടുക്കുന്നതെന്ന് പറയുമ്പോൾ ഈ 30 mm ബേസ് എന്ന് ഞാൻ പറഞ്ഞു. 30 mm ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പം ഇതൊരു സ്ക്വയർ പ്രിസമാണ്. നമ്മൾ ആദ്യം സ്ക്വയർ പ്രിസത്തിന്റെ സിമ്പിൾ ഡ്രോയിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്ക്വയർ പ്രിസം നമുക്കറിയാം XY ലൈൻ ഉണ്ട്. നമ്മൾ ലൈൻസ് ചെയ്തതുപോലെ തന്നെ XY ലൈൻ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുമ്പോൾ മേളിൽ വരും, ഫ്രണ്ട് വ്യൂ വരും, താഴെ ടോപ്പ് വ്യൂ വരും. ഇത്രയും കാര്യങ്ങൾ അറിയാമല്ലോ. പിന്നെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, HP-മായിട്ട് നമുക്ക് VP-മായിട്ട് മേക്ക് ചെയ്യുന്നത് എന്താണോ അത് നമുക്ക് എവിടെ കിട്ടും, XY ലൈൻ മേളിലും. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HP-മായിട്ട് നമ്മൾ എന്തൊക്കെ മേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രയൊക്കെ ഡിസ്റ്റൻസ് എടുക്കുന്നു അതെല്ലാം എവിടെ ആയിരിക്കും വരുന്നത്. നമ്മുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം ടോപ്പ് വ്യൂ ഈസ് ലൈൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് എന്ന് പറയുന്ന അതിന്റെ സ്ക്വയർ ബേസ് എന്ന് പറയുന്നത് HP-യിൽ ലൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എവിടെയാണ്, ഈ പറയുന്ന HP-യിലാണ്. അപ്പൊ നമുക്ക് ടോപ്പ് വ്യൂ ഉണ്ടായിട്ട് വരും. മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായോ?
മനസ്സിലായോ? മനസ്സിലായി സാർ. ലൈൻസിനകത്ത് പറഞ്ഞ പോലുള്ള കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യങ്ങള് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ലൈൻസിന്റെ കേസിൽ പറഞ്ഞ X5 ലൈനിലാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ ഫിഗേഴ്സും നമ്മൾ വരയ്ക്കുന്നത്. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ 6 ഫിഗേഴ്സും വരയ്ക്കുന്നത്. അപ്പൊ X5 ലൈനില് ടോപ്പിലായിട്ട് X5 ലൈനിന് മുകളിലായിട്ട് നമുക്ക് എന്ത് വരും? ഫ്രണ്ട് വ്യൂ വരും. X5 ലൈനിന് താഴെയായിട്ട് നമുക്ക് ടോപ്പ് വ്യൂ ആയിരിക്കും വരുന്നത്. അപ്പം X5 ലൈനിന് മുകളിലായിട്ട് നമുക്ക് എന്താണ് എന്ന് പറയുമ്പോൾ ഇതിപ്പോ X5 ലൈൻ ആണെങ്കിൽ ഇത് HP-യും ഇത് BP-യും ആണെന്ന് വെച്ചു. ഈ ബോർഡ് VP-യും ഈ സർഫസ് HP-യും ആണെന്ന് വെച്ചു. അപ്പൊ സർഫസ് എന്ന് പറയുന്ന HP ആണെങ്കിൽ നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? X5 ലൈനിന് താഴെ ഈ ബോർഡിന്റെ ബോർഡാണ് നമ്മുടെ X5 ലൈൻ അല്ലെ? ഇത് HP ആണെങ്കിൽ ഇതിനെ നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ HP എവിടെ വരും? X5 ലൈനിന് താഴെയായിട്ട് വരും അല്ലെ? അതുപോലെ തന്നെ VP എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് അല്ലെ? റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ VP ഏതാണ്? ഈ പറയുന്ന X5 ലൈനിന് മുകളിലായിട്ട് വരും ആണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ഒരു സ്ക്വയർ പ്രിസം, ഇതൊരു സ്ക്വയർ പ്രിസമാണ് അല്ലെ? സ്ക്വയർ പ്രിസമാണ്. സ്ക്വയർ ബേസ് ഉണ്ട്, ടോപ്പും അതുപോലെ തന്നെ എന്താണ് ബോട്ടം എഡ്ജസ് ഉണ്ട്, ബോട്ടം ഫേസസ് ഉണ്ട്. സെയിം സ്ക്വയർ തന്നെ മേളിലും താഴെയും വരുന്നു. പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബേസിൽ നിന്ന്, ബേസിന്റെ എല്ലാ കോർണേഴ്സിൽ നിന്നും ഒരു പോയിന്റിലേക്ക് എഡ്ജസ് വരുവാണെങ്കിൽ, ഇത് എഡ്ജസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഹൈറ്റ് എന്ന് പറയും. ഇതൊരു പോയിന്റിലേക്ക് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പിരമിഡ് എന്ന് പറയുന്നു അല്ലെ? ബേസിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് അല്ലെ ആൽപെക്സിലേക്ക് ലൈൻസ് എല്ലാം ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് പിരമിഡ്. പിന്നെ രണ്ട് സിമിലർ ആയിട്ടുള്ള രണ്ട് ഫേസസ് അല്ലെങ്കിൽ ഈക്വൽ ഫേസസ് ഉണ്ടെങ്കിൽ ആ ഫേസിനെ ജോയിൻ ചെയ്യുന്ന എഡ്ജസ്, ലോങ്ങർ എഡ്ജസ് എന്നാണ് ഇതിന് പറയുന്നത്. ലോങ്ങർ എഡ്ജസ് അതിനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് പ്രിസമാണ്. അപ്പൊ ഞാൻ ഈ കേസിൽ എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു സ്ക്വയർ പ്രിസം കൺസിഡർ ചെയ്യുന്നു. ഈ സ്ക്വയർ പ്രിസത്തിന്റെ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ ഈ സ്ക്വയർ പ്രിസത്തിന്റെ സ്ക്വയർ ഫേസ് എന്ന് പറയുന്നത് HP-യിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. VP-ക്ക് എന്താണ് വരുന്നത്? VP-ക്ക് പാരലൽ ആയിട്ടായിരിക്കും എന്ത് വരുന്നത്? അതിന്റെ ഈ പറയുന്ന ലോങ്ങർ എഡ്ജസ് പാരലൽ ആയിട്ട് വരുന്നു. ലോങ്ങർ എഡ്ജസ് VP-ക്ക് പാരലൽ, ഇതാണ് ലോങ്ങർ എഡ്ജ്, ഇത് VP-ക്ക് പാരലൽ ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഈ ബേസ് എഡ്ജിന്റെ ലെങ്ത്, ബേസ് എഡ്ജ് എന്ന് പറയുന്ന ഈ ലെങ്ത് 30 mm എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന VP-ക്ക് വെർട്ടിക്കൽ പ്ലെയിന് പാരലൽ ആണ്. അപ്പം ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ത് വരും? ഈ ലോവർ എഡ്ജ് എന്ന് പറയുന്നത് ഞാൻ എടുത്തേക്കുന്നത് 60 mm, ഹൈറ്റ് എന്ന് പറയുന്നത് 60 mm. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ബേസിന്റെ ഓരോ സൈഡും, ഈ സ്ക്വയറിന്റെ ഓരോ സൈഡും എന്ന് പറഞ്ഞാൽ 30 mm ആണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ ഓൺ HP-യിലാണ് പറഞ്ഞേക്കുന്നത്. VP-ക്ക് അടുത്താണെന്ന് പറഞ്ഞിട്ടുള്ളൂ. VP-ക്ക് അല്ലെങ്കിൽ VP-യിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ H5 ലൈനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ മാറ്റിയിട്ട് വേണം എന്ത് വരയ്ക്കാൻ? ഈ പറയുന്ന ടോപ്പ് വ്യൂ വരയ്ക്കാൻ. കാരണം ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് VP-യിൽ നിന്ന് ഈ പറയുന്ന നമ്മുടെ സ്ക്വയർ പ്രിസം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് പറഞ്ഞിട്ടില്ല. ഇതിപ്പോ VP-യിൽ ലൈ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് VP-യിലും HP-യിലും ലൈ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ VP-യിൽ ലൈ ചെയ്യാത്ത കേസിൽ എന്ന് പറയുമ്പോൾ VP-യിൽ എന്നത് പറഞ്ഞില്ല. അപ്പൊ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം ആ ഒരു ഡിസ്റ്റൻസ് മാറ്റിയതിനു ശേഷം നമ്മൾ വരയ്ക്കുക. ഇതിന്റെ ഡയമെൻഷനിങ് ചെയ്യുന്നതോടെ ശ്രദ്ധിക്കാം. 30. അപ്പം എല്ലാ സൈഡും എന്തായിരിക്കും? 30 ആയിരിക്കും. ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതിനുശേഷം എന്താണ്? നമ്മൾ ഇവിടുന്ന് പ്രൊജക്ഷൻസ് എടുക്കാം. പ്രൊജക്ഷൻസ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലൈൻ ഓൺ HP. ലൈൻ ഓൺ HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HP-യിൽ ഇരിക്കുകയാണ്. അപ്പം H5 ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലൈൻ ഓൺ HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H5 ലൈനിൽ നിന്ന്
X5 ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത്രയും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, ഇനി നെയിമിംഗ് ചെയ്യണം. നമ്മൾ ലൈൻസിന് നെയിമിംഗ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സോളിഡ്സിനെ നമ്മൾ നെയിമിംഗ് ചെയ്യണം. നെയിമിംഗ് ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മൾ നേരത്തെ ലൈൻസിന് ചെയ്യുന്ന പോലെ ഡാഷ് ഇട്ടായിരിക്കും നമ്മൾ നെയിമിംഗ് ചെയ്യുന്നത്. എ ബി സി ഡി എന്ന് പറഞ്ഞുകൊണ്ട് ഡാഷ് ഇട്ടായിരിക്കും നമ്മൾ നെയിമിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിന് നമ്മൾ നെയിമിംഗ് ചെയ്തെന്ന് പറഞ്ഞാൽ എ ബി സി ഡി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 2 3 4. ഇവിടെ വരുമ്പോൾ 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ്, അല്ലെങ്കിൽ ഇവിടെ T ഡാഷ് Q ഡാഷ് R ഡാഷ് S ഡാഷ് എന്നായിരിക്കും നമ്മൾ നെയിമിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴെ വരുമ്പോൾ P Q R S ഇങ്ങനെയായിരിക്കും നമ്മൾ നെയിമിംഗ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം ഇത് എ ഇത് ബി ഞാൻ കൊടുത്തു. നമുക്ക് നേരെ കാണുന്നത് എ ബി ഞാൻ നെയിമിംഗ് ചെയ്തു. ഇപ്പൊ ഇത് എ ബി ആണെങ്കിൽ ഇത് ഞാനിപ്പോ ഒരു 3D ആയതുകൊണ്ട് ഞാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കൊടുക്കുന്നത്. എ ഇത് ബി, അതുപോലെ തന്നെ ഈ എഡ്ജ് വരുമ്പോൾ സി വരും, ഡി വരും അല്ലെ. ഇപ്പം എ ബി സി ഡി അതുപോലെ തന്നെ മേളിലും വരുന്നുണ്ട് നിങ്ങൾക്ക് അല്ലെ, മേളിലും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ബാക്കി നിങ്ങൾ ഇ എഫ് ജി എച്ച് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി 1 2 3 4 എന്ന് കൊടുക്കാം. അപ്പം എ ബി സി ഡി താഴത്തേന് ഞാൻ നെയിമിംഗ് കൊടുത്തു, മോളത്തെ എഡ്ജസിന് ഞാൻ എന്ത് ചെയ്യുന്നു 1 2 3 4 എന്ന് കൊടുത്തു. ഓക്കെ ആണോ? എ ബി സി ഡി എന്ന് ഞാൻ താഴത്തേന് കൊടുത്തു. അപ്പം ഇവിടെ വരുമ്പോഴാണ് ഞാൻ ഇത് ഫ്രണ്ട് വ്യൂ ആദ്യം മാർക്ക് ചെയ്യാം. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണുന്നത്. ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾക്ക് എന്ത് കാണാം, എ കാണാം, ബി കാണാം അല്ലെ. പിന്നെ കാണുന്നത് എന്താണ്, 1 കാണുന്നുണ്ട്, 2 കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നെയിമിംഗ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, എ ഡാഷ് വരും, ബി ഡാഷ് വരും. കാരണം താഴെ എന്താണ് എ ബി ആണ്. ഇപ്പൊ ഇവിടെ വരുമ്പോൾ എന്താണ് എ ഡാഷ് ബി ഡാഷ്. പിന്നെന്താണ് മുകളിൽ നിങ്ങൾക്ക് എന്ത് കാണാം, 1 കാണാം, 2 കാണാം. ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് 1 ഡാഷ് 2 ഡാഷിനെ നെയിമിംഗ് ചെയ്യാം. ഇനി ഇത്രയും മാത്രമല്ല നമുക്ക് ഉള്ളത്. ഇതിന്റെ ബാക്ക് സൈഡിൽ എന്തുണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട് അല്ലെ. മേളിലോ 3 ഉണ്ട്, 4 ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റത്തില്ല. അങ്ങനെ കാണാൻ പറ്റാത്തതിന് നമ്മൾ എന്ത് ചെയ്യും, ബ്രാക്കറ്റില് ഇടുക. അപ്പൊ ഇത് 1 ഡാഷ് ആണെങ്കിൽ ഇതിന്റെ ബാക്കിൽ 3 ഡാഷ് വരും, ഇവിടെ വരും 4 ഡാഷ് വരും. അതുപോലെ തന്നെ ഇവിടെ എ ഡാഷ് ആണെങ്കിൽ ബാക്കിൽ എന്താണ് സി ആണ്, അപ്പൊ സി ഡാഷ്. ഇവിടെ ബി ആണെങ്കിൽ ബി ഡാഷ്. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ, അപ്പം അതൊക്കെയാണല്ലോ. ഇപ്പം ഇവിടെ 1 ആയതുകൊണ്ട് ഇതിന്റെ ബാക്കിൽ നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത്, 1 2 പിന്നെ 3 4 ആണെങ്കിൽ 3 4 ആണെങ്കിൽ ഇവിടെ വരും 3, ഇവിടെ 4 ഡാഷ് വരും. 1 2 3 4 ആണെങ്കിൽ ഇപ്പൊ 1 2 3 4 ആണെങ്കിൽ ഇങ്ങനെ വരും. ഇപ്പൊ ഇവിടെ 1 2 3 4 ആണെങ്കിൽ അതെന്താണ്, അതനുസരിച്ച് ഇവിടെ 1ന്റെ ബാക്കിൽ എന്താണ് 4 ആണ് വരുന്നത്, 2ന് ബാക്കിൽ എന്താണ് 3 ആണ് വരുന്നത്. എക്ക് ബാക്കില് ഡി ആണെങ്കിൽ ഡി എന്ന് കൊടുക്കാം, ബിക്ക് ബാക്കിൽ ഏതാണോ വരുന്നത്. പക്ഷെ ഓർഡറിൽ നിങ്ങൾ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടുന്ന് തുടങ്ങുവാണെങ്കിൽ എ ബി സി ഡി എന്ന് നിങ്ങൾക്ക് എഴുതാം. എ ബി സി ഡി, ഇവിടെ ഡി വരുത്താം, അല്ലെങ്കിൽ എ ബി സി ഡി എന്ന് എഴുതാം. അപ്പൊ ഇവിടെ വരും ഇത് ഡി ഡാഷും ഇത് സി ഡാഷും. ഓക്കെ ആണല്ലോ. ഈ ടോപ്പ് വ്യൂ നോക്കാം. ടോപ്പ് വ്യൂവിൽ നമുക്ക് എന്താ വരുന്നത്, എ ബി എന്ന് പറയുന്നത് നമ്മൾ താഴെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. മേളിൽ എന്താ നമ്മൾ കൊടുത്തേക്കുന്നത്, 1 2 3 4 അല്ലെ. 1 2 3 4 എന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 3 ഇവിടെ 4 എന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. അപ്പം ഇവിടെ എന്ത് വരും, 1 2 പിന്നെ 3 4 അല്ലെ. ഇനി ഇത് മാത്രമല്ല ഉള്ളത്, ഇതിന് നേരത്തെ താഴെ എ ഉണ്ട്, ഈ 2ന് താഴെ ബി ഉണ്ട്, 3ക്ക് താഴെ എന്ത് വരും, സി വരുന്നുണ്ട്, 4ന് താഴെ
ഡിയും വരുന്നുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ബ്രാക്കറ്റില് സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ സി, സ്മോൾ ലെറ്റർ ഡി, ഇങ്ങനെ നമ്മൾ ഡയമെൻഷനിങ് ചെയ്യണം. ഇത് പ്രിസത്തിന്റെ കേസിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായി. ഓക്കെ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കേസിൽ തന്നെ ഞാനൊരു പിരമിഡ് എടുക്കാം. പിരമിഡ്, സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡ് എടുക്കുന്നു. ഞാൻ അതിന് ബേസിൽ ഞാൻ 30 കൊടുക്കുന്നു. ഹൈറ്റ് പറഞ്ഞ് ഞാൻ എടുക്കുന്നതാണ് 60 എടുക്കുന്നു. സെയിം കേസ് തന്നെ ഞാൻ എടുക്കുന്നു. ഒരു പിരമിഡ് എടുക്കുന്നു, പിരമിഡ് കൺസിഡർ ചെയ്യുന്നു. അതിന്റെ ബേസ് എന്ന് പറയുന്നത് 30, ഹൈറ്റ് എന്ന് പറയുന്നത് 60 തന്നേക്കുന്ന പോലെ തന്നെ. ഓക്കെ. അപ്പം ഇനി അത് എങ്ങനെ വരുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതെങ്ങനെ വരും? ഇതൊരു സ്ക്വയർ ഷേപ്പാണ്. സ്ക്വയർ ഷേപ്പിന്റെ പിരമിഡാണ് വരുന്നത് അല്ലെ. 4 സൈഡ് ഉണ്ട്. 4 സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, 30 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇതൊരു സ്ക്വയർ പിരമിഡ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഈ സ്ക്വയർ പിരമിഡ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്തു? XY ഡയറക്ഷൻ, XY നമ്മൾ കൊടുക്കുന്നു, മാർക്ക് ചെയ്തു. എന്നിട്ട് എന്താ പറയുന്നത്? HP-യിൽ ലൈ ചെയ്യുന്നു. സെയിം കേസ് തന്നെ എടുക്കുന്നു. HP-യിൽ ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ VP-യിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ത് വരും? ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് അല്ലെ. ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുക. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്? സ്ക്വയർ ഷേപ്പ് കാണാം. പിന്നെന്താണ്? അതിന്റെ സെന്ററിൽ ഒരു പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് എന്താണ്? നമ്മൾ ലൈൻസ് എല്ലാ എഡ്ജസിലേക്കും വരയ്ക്കണം. അപ്പം ഇതിന്റെ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പ്. സ്ക്വയർ ഷേപ്പ് മാത്രമല്ല, സ്ക്വയർ മാത്രമാകുമ്പോൾ നമുക്ക് പ്രിസം. അതിന്റെ സെന്ററിൽ നിന്ന് എല്ലാ കോർണറിലേക്കും എന്തുണ്ട്? ലൈൻസ് നമുക്ക് കാണാം. നിങ്ങൾ നോക്കിയാൽ തന്നെ എന്താണ്? ഇതിന്റെ സെന്ററിൽ നിന്ന് നിങ്ങളുടെ ഈ സ്ക്വയർ പ്രിസം വരുമ്പോൾ സ്ക്വയർ പ്രിസം എടുത്ത് നോക്കാം. അതിന്റെ സെന്ററിൽ നിന്ന് എല്ലാ എഡ്ജസിലേക്കും എന്താണ്? ലൈൻസ് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിന്റെ സെന്റർ മാറ്റുക. അവിടെ നിന്ന് എല്ലാ എഡ്ജസിലേക്കും ലൈൻസ് മാറ്റി. ഓക്കെ ആണോ? ഞാൻ നെയിമിംഗ് കൊടുക്കുന്നു. നെയിമിംഗ് A, B, ഓരോന്നിനും C, D. A, B, C, D എന്ന് കൊടുത്തു. ഇനിയും ഇതിന് ടോപ്പ് സർഫസ് ഇല്ല, സെയിം ടോപ്പ് ഫേസ് ഇല്ല. പകരം നമുക്കുള്ള എന്താണ്? ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിന് ഞാൻ എന്ത് ചെയ്യുന്നു? O എന്ന് കൊടുക്കുന്നു. അപ്പം A, B, C, D, O. O ആണ് ടോപ്പ് എഡ്ജ്, നമ്മുടെ വെർട്ടെക്സ് അല്ലെങ്കിൽ അപെക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നെയിമിംഗ് ചെയ്യുമ്പോൾ എന്താണ്? നോക്കേണ്ട ടോപ്പ് വ്യൂ ആണെങ്കിൽ A, B, C, D. ഓക്കെ. ഇത് സ്ക്വയർ ബേസ്. ഇനി എന്തുകൊണ്ട്? ടോപ്പ് ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? O. അതിനുശേഷം എന്താണ്? ഇവിടെ നിന്ന് പ്രൊജക്ഷൻസ് എടുക്കുക. പ്രൊജക്ഷൻസ് എടുത്തതിന് ശേഷം എന്താണ്? ഈ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത് എവിടെ ലൈ ചെയ്യുന്നതാണ്? HP-യിൽ ലൈ ചെയ്യുന്നതാണ്. ഈ പറയുന്ന XY ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സ്ക്വയർ XY ലൈനിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ സ്ക്വയർ പിരമിഡ് മാർക്ക് ചെയ്യാൻ ആണല്ലോ. അപ്പൊ സ്ക്വയർ പിരമിഡിന്റെ 2 എഡ്ജസ് ഇവിടേക്ക് വന്നു. ഇനി ഇതിന് ശേഷം എന്താണ്? ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നത്. അതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 60 ഹൈറ്റ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ 2 എഡ്ജസിൽ മാത്രമല്ല, ഈ സെന്ററിൽ നിന്നും എന്ത് ചെയ്യും? 3 ലൈൻസ്, പ്രൊജക്ഷൻ ലൈൻസ് എടുക്കാം. ഹലോ. കാണാൻ പറ്റുന്നില്ലേ? ഇല്ല. എവിടം വരെ ഇത് കണ്ടായിരുന്നോ? ഇപ്പൊ കാണോ? കുറച്ചുകൂടി. ഇപ്പൊ ക്ലിയർ ആണോ? അല്ല, കുറച്ച് റൈറ്റിലോട്ട് ആക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. ഈ സൈഡ് കാണുന്നില്ല ഇത്?
ഫസ്റ്റ് വരച്ച ഫിഗർ കാണാം. സെക്കൻഡ് ഇപ്പൊ വരച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ള് കാണുന്നില്ല. ഇപ്പൊ ഇത്രയും കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കാണുന്നില്ലേ? ആ ഫിഗർ ഫുള്ള് കാണുന്നില്ല. ബാക്കി ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഈ ഫിഗർ കാണാൻ പറ്റുന്നില്ല. ഇത് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളൂ. കാണാം സാർ. ആ ഇപ്പൊ കാണാം. ഇപ്പൊ ഫുള്ള് ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്ഷൻസ് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നു? ഇപ്പം ഇത് സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ സ്ക്വയർ പിരമിഡിൽ നിന്ന് പ്രൊജക്ഷൻസ് നമ്മൾ ടോപ്പ് വ്യൂവിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് XY ലൈനിലേക്ക് എത്തും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സെന്ററിൽ നിന്നും പ്രൊജക്ഷൻ പ്രൊജക്ഷൻ ലൈൻസ് സെന്ററിലേക്ക് വരയ്ക്കുന്നു. നമ്മൾ ഈ ഒരു പോയിന്റിൽ വെക്കുന്നു. അതിനുശേഷം നമ്മളോട് എന്താ പറയുന്നത്? സ്ക്വയർ പിരമിഡ് ഏത് പിരമിഡ് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഈ സ്ലാൻഡ് ഹൈറ്റ് അല്ല എടുക്കേണ്ടത്, സെന്ററിൽ നിന്ന് ഇതിന്റെ ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ O എന്ന് പറയുന്നതിന്റെ ഒരു സൈഡ്. ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള ഈ ഒരു ഹൈറ്റ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെ ആ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് ആക്സിസിന്റെ ലെങ്ത് ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഡോട്ടഡ് ലൈൻസ് വെക്കുക. 60. ആ ഒരു പോയിന്റ് ആയിരിക്കും നമ്മുടെ O ഡാഷ് എന്ന് പറയുന്നത്. O ഡാഷ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് O ഡാഷ് താഴെ കൂടെ കൊടുക്കാം. അതിനുശേഷം എന്താണ്? ഇത് 60 ആണ്. ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ആ പോയിന്റിൽ നിന്ന് എവിടേക്ക്? ഈ പ്രൊജക്ഷൻ വന്ന് ഇവിടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലേക്കും അതുപോലെ തന്നെ O ഡാഷിൽ നിന്ന് ഇവിടെ നിന്ന് പ്രൊജക്ഷൻസ് എടുത്തേക്കുന്ന ഈ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ മീറ്റ് ചെയ്തതിനു ശേഷം അതിനെ ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 30 ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 ആണ്. സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് നമ്മൾ തന്നെ മെഷർ ചെയ്യേണ്ടതാണ്. സ്ലാൻഡ് ഹൈറ്റ് എന്നുള്ള എല്ല് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം. ആ സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് തന്നില്ല, നമുക്ക് ഹൈറ്റ് ആണ് തന്നിരുന്നത്. ഈ നെയിമിംഗ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കാം. നെയിമിംഗ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം O ഡാഷ് എന്നുള്ള നെയിമിംഗ് നമുക്ക് കൊടുക്കാം. കാരണം ഇവിടെ ഓണ്ട് O ഡാഷ് എന്ന് കൊടുത്തു. ഇനി ABCD ആണുള്ളത്. നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഏതാ ഉള്ളത്? A ഉണ്ട്, B ഉണ്ട്. അത് നമുക്ക് കാണുമ്പോൾ A ഡാഷ് B ഡാഷ്. ഇനി കാണാൻ പറ്റാത്ത ഏത് സൈഡ് ഉണ്ട്? D ഉണ്ട്, അതുപോലെ തന്നെ B യുടെ ബാക്കില് C ഉണ്ട്. അപ്പൊ A യുടെ ബാക്കില് D ഡാഷ്, B യുടെ ബാക്കില് C ഡാഷ്. ഓക്കെ ആണോ? ഓക്കെ. ഇത്ര മനസ്സിലായല്ലോ? അപ്പൊ പിരമിഡ് വരയ്ക്കുന്നത് ഇങ്ങനായിരിക്കും. അതുപോലെ തന്നെ സ്ക്വയർ പ്രിസം അല്ലെങ്കിൽ പ്രിസം വരയ്ക്കുന്നത് ഈ രീതിയായിരിക്കും. ഇത് പ്രിസവും ഇത് പിരമിഡും ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ആണ് സാർ. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് സ്ക്വയറിൽ നമുക്ക് പെന്റഗൺ നോക്കാം. പെന്റഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? പെന്റഗൺ, പിരമിഡും പ്രിസവും നമ്മൾ വരയ്ക്കാൻ നോക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഇപ്പൊ റഫായിട്ട് വരച്ചു വെക്കുക. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം സമയം എടുത്തിട്ട് നിങ്ങൾക്ക് ഈ 30 അതുപോലെ തന്നെ 60 ഹൈറ്റ് എടുത്തിട്ട് നിങ്ങൾ നല്ലതായിട്ട് വരച്ചാൽ മതി നോട്ട്ബുക്കിൽ. ഇപ്പൊ നോട്ട്ബുക്കിന്റെ സൈഡിലോട്ട് കാണാം. ഒന്ന് റഫ് ഫിഗർ പോലെ ഞാൻ വരയ്ക്കുന്ന പോലെ ഹാൻഡ് ഡ്രോയിങ് വരച്ചു വെച്ചാൽ മതി. XY നമ്മൾ എടുക്കുന്നു. നമുക്കിപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു പെന്റഗൺ പിരമിഡാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ആദ്യം നമുക്ക് പെന്റഗൺ പിരമിഡ് നോക്കാം. പെന്റഗൺ പിരമിഡ് എന്ന് പറയുന്നത് എന്ത് വരുന്നുണ്ട്? ഇതാണ് പെന്റഗൺ പിരമിഡ്. 5 സൈഡാണ് വരുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നേരത്തെ എടുത്ത പോലെ തന്നെ എന്ത് 30യും 60യും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 30യും 60യും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. 30 സൈഡും 60 ഹൈറ്റും എന്ന് പറയുമ്പോൾ
ഓരോ സൈഡിന്റെയും ലെങ്ത്, ഈ ഓരോ സൈഡിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഈ സെൻട്രൽ, ഇതിന്റെ സെൻട്രലിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതാണ് 60 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഞാൻ എടുക്കുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെന്റേണൽ പ്രിസം ഉണ്ട്, പെന്റേണൽ പിരമിഡ്. ആ പെന്റേണൽ പിരമിഡിന്റെ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ്, എഡ്ജ് ഇതാണ്. ഈ എഡ്ജ് എന്ന് പറയുന്നത് പാരലൽ ടു ഏതാണ്? പാരലൽ ടു ഞാൻ എടുക്കുന്നത് എഡ്ജ് എന്ന് പറയുന്നത് പാരലൽ ടു HPയും അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ടു VPയുമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഒരു എഡ്ജ് എന്ന് പറയുന്നത്, ഈ എഡ്ജ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എഡ്ജ് ഞാൻ കൺസിഡർ ചെയ്യാം. ഈ ഒരു എഡ്ജ്, ഈ എഡ്ജ് എന്ന് പറയുന്നത് പാരലൽ ടു ഏതാണ്? VPയും പിന്നെ പെർപെൻഡിക്കുലർ ടു HPയുമായിട്ട് കൺസിഡർ ചെയ്യാം. അതിനുശേഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VPയിൽ നിന്ന് ഇത്ര ഹൈറ്റ്, ഇത്ര ഡിസ്റ്റൻസ് മാറിയും അതുപോലെ തന്നെ HPയിൽ ലൈ ചെയ്യുന്നു. VPയുമായിട്ട് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുമ്പോൾ പറയാം. ഇവിടെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം HPയിൽ നിന്ന് VPയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയും HPയിൽ ലൈ ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ സിമ്പിൾ ഫിഗർ എങ്ങനെ വരും? ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ടോപ്പ് വ്യൂ നമുക്ക് വരയ്ക്കാം. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഒരു പെന്റഗൺ ഷേപ്പ് ആയിരിക്കും ടോപ്പ് വ്യൂ വരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു എഡ്ജ് പാരലൽ ടു ഏതാണ്? പാരലൽ ടു VP എന്ന് പറയുമ്പോൾ XY ലൈൻ ആണെങ്കിൽ ആ XY ലൈന് പാരലൽ ആയിരിക്കും ഒരു എഡ്ജ് എന്ന് പറയുന്നത്. ആ എഡ്ജിന് ഞാൻ നെയിമിംഗ് കൊടുക്കുന്നത് AB എന്ന് ഞാൻ നെയിമിംഗ് കൊടുത്തു. അതിനുശേഷം എന്താണ്? ഇത് 30 mm ഉണ്ട്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഞാൻ എത്ര എടുക്കുന്നു? 108 എടുത്തിട്ട് അടുത്ത സൈഡിൽ വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് 108 എടുത്തിട്ട് അടുത്ത സൈഡ് വരയ്ക്കുന്നു. അതിനുശേഷം എന്താണ്? ബാക്കി സൈഡ്സ് ഞാൻ വരയ്ക്കുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? 30 ആണ്. എല്ലാ സൈഡും 30 ആണ്. എഡ്ജ് ഏതിനാണ്? VPക്ക് പാരലലാണ്. എഡ്ജ് VPക്ക് പാരലൽ. അപ്പൊ ഈ കേസ് എന്ന് പറയുന്നത്, ഈ എഡ്ജ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് എന്തിന്? പാരലൽ ടു VP ആയിരിക്കും. അതിനുശേഷം എന്താണ്? ഇത് പിരമിഡ് ആയതുകൊണ്ട് ഇതിന്റെ സെന്റർ ഞാൻ ഫൈൻഡ് ചെയ്യണം. സെന്റർ ഞാൻ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഈ ഒരു എഡ്ജ് എടുക്കുക. അപ്പൊ ഞാൻ ഇതിന്റെ നെയിമിംഗ് ആണ് കൊടുക്കാം. ABCDE 5 സൈഡുണ്ട്. ഈ വരെ നെയിമിംഗ്. ഇനി നിങ്ങൾ നോക്കുക ഇതിന്റെ സെന്റർ എങ്ങനെയാ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ഡിയിൽ നിന്ന് ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ചെറുതായിട്ടൊരു ലൈൻ വരയ്ക്കാം. അത് പക്ഷെ നിങ്ങൾ തുടച്ചു കളയണം. ഇവിടെ വരെ ഉള്ളത് നിങ്ങൾക്ക് ഡാർക്കായിട്ട് വരയ്ക്കാം. ബാക്കി ഇങ്ങോട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അത് നിങ്ങൾ ലാസ്റ്റില് റബ്ബ് ചെയ്ത് കളയേണ്ടി വരും. അതിനുശേഷം എന്താണ്? ഈ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പൊ എയിൽ നിന്ന് എടുക്കുവാണെങ്കിൽ എയുടെ ഓപ്പോസിറ്റ് എഡ്ജിന്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. മനസ്സിലായോ? അതുപോലെ തന്നെ D എടുക്കുവാണെങ്കിൽ ഡിയുടെ പോയിന്റിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് ഈ പറയുന്ന Dയിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇയിൽ നിന്നാണെങ്കിൽ BCയിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. സിയിൽ നിന്നാണെങ്കിൽ AEയിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഇത് മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആയിരിക്കും നമ്മുടെ O എന്ന് പറയുന്ന അതിന്റെ മിഡ് പോയിന്റ്. കേട്ടോ? ഇപ്പൊ ടോപ്പിൽ നിന്ന് നമ്മളൊരു പെന്റഗൺ പിരമിഡ് എങ്ങനെയാണോ നോക്കുന്ന ആ രീതിയിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ ഒരു ഫിഗർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പ്രൊജക്ഷൻസ് ലൈൻസ് എടുക്കുക. എല്ലാ പോയിന്റ്സിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് എടുക്കുക. അപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ ഇത് Dക്ക് നേരെ വരും. അവിടെ നിന്ന് നമ്മൾ ഇവിടേക്ക് മീറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പം ഇതെല്ലാം XY ലൈനിലേക്ക് ഞാൻ പ്രൊജക്ഷൻസ് ലൈൻ കൊണ്ടുവന്നു. അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത് 60 ആണ്. ഹൈറ്റ് 60 ആണെങ്കിൽ ഓയിൽ നിന്ന് ഈ എൻഡ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഓയിൽ നിന്ന് ഇതിന്റെ താഴെ ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിസ് എന്ന് പറയുന്നത് 60 ആയിരിക്കും. അപ്പൊ അത്രയും മെഷർ ചെയ്യാം. ആ പോയിന്റിലേക്ക് എന്റെ O' എന്ന് പറയുന്നു. ഓക്കെ, അവിടെ നിന്ന് എവിടേക്ക്? ആദ്യം E എന്ന് പറയുന്ന എഡ്ജിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. കാരണം ഇപ്പം ഈ ഒരു രീതിയിലാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഏതൊക്കെ കാണാം? E കാണാം. ഈ പോയിന്റ് ഇത് E ആണ്. ഇതെന്ന് പറയുന്നത് ഏതാണ്? ഇതെന്ന് പറയുന്നത് D, ഇത് C, പിന്നെ Aയും Bയും എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ ഏത് രീതിയിലാണോ നമുക്ക് കിട്ടുന്നത്, നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ്സ് ഏതൊക്കെ ഉണ്ടോ അതെല്ലാം എന്ത് ചെയ്യാം?
മാർക്ക് ചെയ്യുക. ഇതെന്ത് വരും? ഈ ഡാഷ് വരും. ഇതെന്ത് വരും? സി ഡാഷ്. ഇത് ഇ ഡാഷും സി ഡാഷും എനിക്ക് കാണാൻ പറ്റും. ഈ രണ്ട് പോയിന്റ്സ് എനിക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കും. ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇത് ഡി, ഇത് സി, ഇത് ഈ എയും ബിയും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഡി എനിക്ക് കാണാം, ഇ കാണാം, അതുപോലെ തന്നെ ഈ പറയുന്ന എഫും കാണാം, സിയും കാണാം. അപ്പം ആ പോയിന്റ്സ് എന്ത് ചെയ്യുന്നു? ഞാൻ മാർക്ക് ചെയ്യുന്നു. അപ്പം ഡി കാണാവുന്നതുകൊണ്ട് ഈ ലൈൻ കാരണം ഈ ലൈൻ തന്നെയാണ് ഓയിലൂടെ പാസ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പം ഈ പോയിന്റിന് ഞാൻ ഡി ഡാഷ് എന്ന് നെയിം കൊടുക്കും. അടുത്ത എനിക്ക് എയും ബിയും കാണാൻ പറ്റാം, പക്ഷെ ആ പോയിന്റ്സ് എന്ത് ചെയ്യണം? എനിക്കിവിടെ മാർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഹിഡൻ ആയിട്ടുള്ള എഡ്ജസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എപ്പോഴും എന്താണ്? ഡോട്ടഡ് ലൈൻസ് വെച്ചാണ്. അപ്പൊ ആ ഡോട്ടഡ് ലൈൻസ് വെച്ച് ഞാൻ മാർക്ക് ചെയ്യുന്നു, അതിനുശേഷം ജോയിൻ ചെയ്യും. അപ്പം ഈ പോയിന്റ് ആണ് എന്റെ ഇ ഡാഷ്, ഈ പോയിന്റ് ബി ഡാഷ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ പ്രിസം വരയ്ക്കാം. പെന്റാഗണൽ പ്രിസം ഹൈറ്റ് നമ്മളോട് പറഞ്ഞത് എത്രയാണ്? 60, എഡ്ജസ് എന്ന് പറയുന്നത് 30. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? നേരത്തെ തന്നേക്കുന്ന കേസ് തന്നെയാണ്. എഡ്ജ് എന്ന് പറയുന്നത് പാരലൽ ടു HP. അപ്പൊ ഞാൻ എഡ്ജ് വരയ്ക്കുന്നു AB. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? 108 എടുത്തിട്ട് ഞാൻ എഡ്ജസ് ജോയിൻ ചെയ്യും. എല്ലാ എഡ്ജസും കിട്ടി. ABCDE ആണല്ലോ. ഇത് ഈ പെന്റാഗണൽ പ്രിസമാണ്. പെന്റാഗണൽ പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എഡ്ജ് AB എന്ന് പറയുന്ന എഡ്ജ് ഉണ്ടെങ്കിൽ ടോപ്പ് വ്യൂവിലെ എഡ്ജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഒരു എഡ്ജ് കൂടെ കാണും. പെന്റാഗണിന് രണ്ട് സിമിലർ ആയിട്ടുള്ള എഡ്ജസ് കാണും. അതാണല്ലോ പെന്റാഗണൽ പ്രിസം എന്ന് പറഞ്ഞാൽ. അപ്പം AB എന്ന് പറയുന്നത് മേൽ ടോപ്പ് വ്യൂ ആണെങ്കിൽ അതിന്റെ ബോട്ടം വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് 1, 2, 3, 4 and 5. ഓക്കെ. ഇതിന്റെ ആക്സിസ് ഒന്നും നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം എന്താണ്? ഇവിടെ എല്ലായിടത്തും പ്രൊജക്ഷൻ ലൈൻസ് എടുക്കുന്നു. മേലിലേക്ക് ഞാൻ അതുപോലെ ഡിയിൽ നിന്നും പ്രൊജക്ഷൻസ് ലൈൻസ് എടുക്കുന്നു. XY ലൈനിലേക്ക് ഞാൻ മീറ്റ് ചെയ്യും. XY ലൈനിലേക്ക് മീറ്റ് ചെയ്തു. മീറ്റ് ചെയ്തതിനു ശേഷം എന്താ ചെയ്യേണ്ടത്? തന്നേക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 60 ആണ്. അപ്പം 60 ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 60 ആയിരിക്കും. അപ്പം 60 ഞാൻ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇത് ആക്സിസ് ആണ്. ആക്സിസ് ഞാൻ ഡോട്ടഡ് ലൈൻസ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ 60 ആണ്. ഈ പ്രൊജക്ഷൻ ലൈൻസിനാണ് എനിക്ക് എന്ത് ചെയ്യാം? മേളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം 60 വരെ. ഇതും സിയും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ഈ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇയും അതുപോലെ തന്നെ സിയും? ഇതാ ഇവിടെ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ഉണ്ട്, ബി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ CDE. ഇവിടെ എന്ത് വരും? 1, 2, 3, 4, 5 ആണല്ലോ. അപ്പം ഇതിനകത്ത് ഈ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഈ കാണുന്നതാണ് 4ഉം ഇത് ഡിയും. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് 3ഉം സിയുമാണ്. ഇതാണ് 5ഉം ഇയും. അപ്പം ഇത് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. എയും ബിയും എനിക്ക് കാണാൻ പറ്റില്ല. 1ഉം 2ഉം കാണാൻ പറ്റില്ല. താഴത്തെ 1ഉം 2ഉം, മേളത്തെ ABയും എനിക്ക് കാണാൻ പറ്റില്ല. കാരണം ഈ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ. അപ്പം ആദ്യം ഞാൻ മാർക്ക് ചെയ്യേണ്ടത് ഈ ഡാഷ് ഇവിടെ വരും. ടോപ്പിൽ ഈ ഡാഷ് വരും. അതുപോലെ തന്നെ ടോപ്പിൽ ഈ ഡാഷ് വരും. ഈ സൈഡ് ആവുമ്പോ സി ഡാഷ് അല്ലെ? ടോപ്പില് ഇവിടെ എന്താണ്? ഇവിടെ ഈ ഡാഷും ഇവിടെ സി ഡാഷും. ഈ സെന്ററിലൂടെ ഇതെന്ന് പറയുന്നത് എന്താണ്? ഡി ഡാഷ്. അതിനുശേഷം എന്താണ്? അതിനുശേഷം താഴെ വരും. മേൽ ഇ ഡാഷ് ആണെങ്കിൽ ഇവിടെ 5 ഡാഷ്. ഇവിടെ 5 ആയതുകൊണ്ട് ഇവിടെ 5 ഡാഷ്. ഇവിടെ 3 ആണുള്ളത്. ഇതെന്ത് വരും? 3 ഡാഷ്. ഇവിടെ 4 ആണ്. ഇത് 4 ഡാഷ്. ഈ ഹിഡൻ ലൈൻസ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഹിഡൻ ലൈൻസ് നമ്മൾ വരയ്ക്കുന്നത് ഹിഡൻ എഡ്ജസ്
വരയ്ക്കുന്നത് ഡോട്ടഡ് ലൈൻസ് ആണ്. എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ പ്രൊജക്ഷൻസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോട്ടഡ് ലൈൻസ് വെച്ച് മുകളിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എ ഡാഷും ഈ പോയിന്റ് എന്ന് പറയുന്നത് ബി ഡാഷും ഇവിടുത്തെ ഈ പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ഡാഷും ഇത് 2 ഡാഷും. മനസ്സിലായോ? ഡയമെൻഷൻസ് കൊടുക്കേണ്ടത് ഇത് 60 mm പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഇത് രണ്ടും മാർക്ക് ചെയ്തിട്ട് ഇവിടെ എന്താണ്? ഇവിടെ 30 കാണിക്കാം. ഇത്രയാണ് ഡയമെൻഷൻസ് ആയിട്ട് കാണിക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ 6 ഫിഗർ വരച്ചാലും 6 ഫിഗറിൽ നമ്മളിപ്പം പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിനകത്തിൽ 6 ഫിഗർ വരയ്ക്കുന്നത്. 6 ഫിഗറിനകത്തില് നിങ്ങൾ ഡയമെൻഷൻസ് ഫസ്റ്റ് ഫിഗറിന് മാത്രം കൊടുത്താൽ മതി. ഇപ്പം ഇങ്ങനെ 1, 2, 3, 4, 5, 6 നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഈ 2 ഫിഗറിന് മാത്രം ഡയമെൻഷൻസ് കൊടുത്താൽ ഇതിനകത്ത് ഇങ്ങനെ ഉള്ളതിന് ഡയമെൻഷൻസ് കൊടുക്കേണ്ട. ആംഗിൾസ് വല്ലതും ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പൊ ഡയമെൻഷൻസ് നിങ്ങൾ സിമ്പിൾ ഫിഗറിന് മാത്രം ഡയമെൻഷൻ ചെയ്യുക. ബാക്കിയുള്ള ഫിഗേഴ്സിന് നിങ്ങൾ ഡയമെൻഷൻ ചെയ്യണം.